ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തേത് നല്ല അടിപൊളിയായിട്ടുള്ള ഈവനിങ് സ്നാക്കാണ് കാണിക്കുന്നത്. നമ്മുടെ ഇറാനി പോള നല്ല സിമ്പിളായിട്ട് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നമ്മുടെ ഇറാനി പോളയുടെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഏകദേശം ഒരു 150-200 ഗ്രാമിൻ്റെ ഇടയിലായിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ കഴുകിയിട്ട് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും മാത്രം ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഒരുപാട് എന്താ പറയുക കുഞ്ഞായിട്ട് കട്ട് ചെയ്യേണ്ട കേട്ടോ. കുറച്ചൊരു വലുപ്പത്തിലുള്ള പീസ് കൈ കൊണ്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് പിച്ചെടുത്താൽ മതിയേ, എങ്കിലേ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ ഈ ഒരു പാനിന് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഒരു സെയിം പാനിലേക്ക് തന്നെ നമുക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇറാനി പോളക്ക് ഒരുപാട് ഉള്ളിയൊന്നും ഇട്ടിട്ട് മസാല ചെയ്യരുത്. ചിക്കൻ കൂടുതലായിട്ട് കാണുകയും വേണം, കടിക്കാൻ കിട്ടുകയും വേണം. ഉള്ളി കുറച്ചേ വേണ്ടുള്ളൂ കേട്ടോ, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഒരു വലിയ സവാളയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടച്ച് വെച്ചൊന്ന് ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ എണ്ണ ഞാൻ പിന്നെ ചിക്കനിലും കൂടി ഒഴിച്ചത് കൊണ്ട് അങ്ങനെ സെപ്പറേറ്റ് എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. അഥവാ വേണമെന്നുണ്ടെങ്കിൽ പാനിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ സവാളയ്ക്ക് അത്യാവശ്യം ഒന്നങ്ങ് സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങനെ ഓവർ സോഫ്റ്റ് ആവുമൊന്നും വേണ്ട, കാരണം ഇതിൽ നിന്ന് വെള്ളം വരുന്ന ആ ഒരു ടെക്സ്ചർ അങ്ങനെയൊന്നും ആവേണ്ട കേട്ടോ, മസാലയല്ലേ അതുകൊണ്ട് തന്നെ. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മൂന്നും കൂടി ചതച്ചിട്ട് 1.5 ടേബിൾ സ്പൂണാണ്. അതായത് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 3-4 ചെറിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കുഞ്ഞു പീസ് ഇഞ്ചിയും എല്ലാം കൂടി ഒന്ന് ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഫ്ലെയിം കുറച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കുക, അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടുന്നവരെ. ഇനിയിപ്പോൾ ഇതിലേക്കായിട്ട് പൊടികളായിട്ട് 1/4 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ പൊടികളൊന്നും വേണ്ട, നമ്മൾ ഓൾറെഡി ചിക്കൻ പൊരിച്ചിട്ട് ചെയ്യല്ല, അതുകൊണ്ട് തന്നെ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കനില്ലേ, അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഓൾറെഡി നമ്മൾ ചിക്കനിൽ അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. ആ ഒരു സമയത്ത് നമ്മുടെ സവാളയും ചിക്കനും എല്ലാം കൂടി ഒന്ന് സെറ്റായിട്ട് കിട്ടുക. അതെന്തായാലും ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണേ. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക. അങ്ങനെ മസാല ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ഇറാനി പോളയുടെ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് പാലാണ് വേണ്ടത്. 1 കപ്പ് പാലെടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് പാക്കറ്റ് പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ചൂടാക്കിയിട്ട് ഒന്നുമില്ല, ഡയറക്റ്റ് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സെയിം കപ്പ് അളവ് തന്നെ നിറയെയായിട്ട് 1 കപ്പ് നിറയെ മൈദയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പാകത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്, കുറച്ച് മതിയേ. പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്ട്രാ ചേർക്കുക, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതിയേ. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെതിപ്പോൾ ഈ ഒരു മൈദയും പാലും ഒക്കെ കറക്റ്റ് അളവാണ്. ചില മൈദക്ക് പാലിൻ്റെ അളവ് കുറച്ച് കൂടുതലായിട്ട് വേണം. അങ്ങനെയാണെങ്കിൽ ഒരു 1/4 കപ്പും കൂടിയോ അല്ലെങ്കിൽ 1-2 സ്പൂൺ എക്സ്ട്രാ പാൽ ഒഴിക്കാം. ചിലതിന് മൈദ കൂടുതലായിട്ട് വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ 1-2 സ്പൂൺ മൈദ എക്സ്ട്രാ ഒഴിച്ച് കൊടുക്കുക. അത് നിങ്ങൾ നോക്കിയിട്ട് അടിച്ചെടുത്ത് നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ, കാരണം അളവ് കറക്റ്റ് പറയുമ്പോൾ അങ്ങനെ മനസ്സിലാവില്ല. അങ്ങനെ ഇതാ ഇനിയിപ്പോൾ നമ്മുടെ പോള റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനാണ് വെച്ച് കൊടുത്തിട്ടുള്ള, ഫ്രൈ പാനിലും ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് സൈഡിലൊക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കണേ. അതിലേക്ക് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ബാറ്ററിൻ്റെ നേരെ പകുതി ഫസ്റ്റ് ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് സൈഡൊക്കെ ഒന്ന് സെറ്റായി കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യട്ടെ. ഏകദേശം 1 മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ, 1 മിനിറ്റിൻ്റെ അടുത്താകുമ്പോൾ തന്നെ പെട്ടെന്ന് സെറ്റായിക്കോട്ടെ. ഫ്ലെയിം കുറച്ച് വെക്കണേ. അങ്ങനെ ഇതാ സൈഡൊക്കെ നോക്കി ചെറുതായിട്ടൊന്ന് അങ്ങ് ആറി വരാൻ തുടങ്ങുമ്പോൾ ഇതിൻ്റെ മുകളിൽ വേണം ഫില്ലിങ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫുള്ളായിട്ട് ആറിപ്പോവരുത്, അപ്പോൾ ഫില്ലിങ് അവിടെ പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് ഫില്ലിങ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം കുറച്ച് അവിടെ വെച്ചിട്ട് ബാക്കി മൊത്തത്തിൽ ഇടുന്നുണ്ട്. കുറച്ച് ഞാൻ മുകളിൽ ഭംഗിക്ക് വേണ്ടി ഇടാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട് ചിക്കൻ പീസൊക്കെ. അങ്ങനെ ഇതാ അതിൻ്റെ മുകളിലായിട്ട് സെക്കൻഡ് ലെയർ മാവ് മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൈഡിലാദ്യം ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ ചുറ്റിച്ചിട്ട് മിഡിലേക്ക് കൊണ്ടുവന്നാൽ മതിയേ. മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് മസാലയുടെ ബാക്കിയില്ലേ, അതൊന്നിങ്ങനെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുക. വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, അല്ലെങ്കിൽ എല്ലാം അതും ഉള്ളിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതിയേ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത മല്ലിയിലയും കൂടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാപ്സിക്കൊക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം മതി, നിർബന്ധമൊന്നും ഇല്ല. അങ്ങനെ എല്ലാതും സെറ്റ് ചെയ്തതിന് ശേഷം ഞാനിത് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക.
എന്നിട്ട് ഒരു 20 മുതൽ 25 മിനിറ്റ് വരെയാണ് കുക്കിംഗ് ടൈം. ഓരോ ഫ്ലെയിമിൻ്റെനനുസരിച്ച് വ്യത്യാസം വരും. പിന്നെ അടിയിൽ പിടിക്കുന്ന ടെൻഷൻ ഉള്ളവരാണെങ്കിൽ ഒരു പഴയ പാനോ അല്ലെങ്കിൽ പഴയ ഇരുമ്പ് ചട്ടിയോ എന്തെങ്കിലും എടുത്തിട്ടൊന്ന് അടിയിൽ വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ അടിയിൽ പിടിക്കാൻ ചാൻസ് കൂടുതലായിരിക്കുമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി. ഞാൻ വെക്കുന്നില്ല, എന്തായാലും നോൺ സ്റ്റിക്ക് പാനല്ലേ. അങ്ങനെ ഇതാ ഏകദേശം ഒരു 20-25 മിനിറ്റിൻ്റെ അടുത്താണ് എനിക്ക് ടൈം എടുത്തിട്ടുണ്ടായത്. നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചിടണം. അപ്പോൾ ഞാനിതൊരു ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ മാറ്റിയിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു പാനിൽ തന്നെ തിരിച്ചിട്ടിട്ട് ആ ഒരു മുകൾ ഭാഗം ഒന്ന് മൊരിയണം എന്നുണ്ടെങ്കിൽ മാത്രം ഒരു 3-4 മിനിറ്റ് വെച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കഴിക്കാം. അങ്ങനെ ഇതാ നമ്മുടെ പോള റെഡി ആയിട്ടുണ്ട്. ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. മുകൾ ഭാഗം ഒന്നങ്ങ് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി കുറച്ചൊന്ന് ചൂട് കുറഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പോളയാണ്. പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇറാനി പോള ഉണ്ടാക്കിയവർക്ക് അറിയാം അതിൻ്റെ രുചി എത്ര മാത്രം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമാണെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്